അപ്പോൾ ഈ വീക്ക് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊരു വെയിൽസിലേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ടെൻഷനും മറന്ന് ഒന്ന് 2 ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 9 സീറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറിൻ്റെ താല്പര്യമുള്ളവർക്ക് ഡ്രിവാരി എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ ഞങ്ങൾക്ക് കാർ ബുക്ക് ചെയ്യും. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തേക്കുന്നത് 9 സീറ്ററാണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് 25+ ആണ് ഏജ് ചോദിച്ചത്. ചില വണ്ടിക്ക് 30+ ചോദിക്കുന്നത്, ഈ വണ്ടിക്ക് 25 ആണ് ചോദിച്ചത്. അപ്പോൾ ഞങ്ങൾ 9 o'clock പിക്കപ്പ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ ലൂട്ടൺ എയർപോർട്ടിന് അടുത്തായിരുന്നു പിക്കപ്പ്. അങ്ങോട്ട് വന്ന് നമ്മൾ ചെന്നപ്പോൾ തന്നെ പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. പിന്നെ വണ്ടി അവിടെ സൈഡിൽ കഴുകണ്ടായി. പിന്നെ വണ്ടി നമ്മുടെ അടുത്തേക്ക് വന്ന് ഒരു 9:15 വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള പ്ലാനായിരുന്നു കാലത്ത് തന്നെ. പക്ഷേ നമ്മൾ 9:30 ആയപ്പോൾ നമുക്ക് വണ്ടി കിട്ടിയതിൻ്റെ നമ്മൾ ചെക്കും കാലൊക്കെ നടത്തി അവൻ്റെ സ്ക്രാച്ചിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ വണ്ടി കയറി ഒരു 9:40-45 നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീട്ടിലെല്ലാ ഫ്രണ്ട്സ് അവിടെ വന്ന് പുറത്തുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ. പിന്നെ എല്ലാ സാധനങ്ങളും ലോഡ് ചെയ്യാം. വിചാരിച്ച അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു, ബൂട്ട് സ്പേസ് ഒക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഈ ഒരു സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളവും കാര്യമൊക്കെ എടുത്തിരുന്ന്. പിന്നെ ഒരുപാട് നേരം ഫുഡ് എടുത്തിരുന്നു. കാരണം നമുക്ക് അറിയില്ല പോകണമെങ്കിൽ ഫുഡ് ഷോപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അത്യാവശ്യമുള്ള ഫുഡ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തിരുന്ന് ഒരു 10 o'clock അപ്പോൾ ഞാൻ വീട്ടിലെത്തി. പിന്നെ അവിടെ ഞാൻ കുളിച്ച് ഫ്രഷായി. കാരണം എനിക്ക് ഇന്നലെ വർക്കായിരുന്നു. എനിക്ക് നേരം വൈകിട്ട് വീട്ടിൽ വന്ന് പിന്നെ എല്ലാവരും പാക്കിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ എല്ലാവരും വണ്ടിയിലോട്ട് പിന്നെ നേരെ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നേരെ വണ്ടി ഡ്രൈവ് ചെയ്യണം. അവിടെ ലൂട്ടണിൽ നിന്ന് ഒരു 4 hours 30 minute ട്രാവലിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു 5 hours ഒക്കെ എക്സ്പെക്ട് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് ഓണത്തോല് നിർത്തണം, വാഷ്റൂമിലേക്ക് ഓടുന്നതിന് നിർത്തണം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ലേറ്റായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഞങ്ങൾ 9 പേരെ ഗ്രൂപ്പായിരുന്നു. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടാസ്ക് കൊടുത്തിട്ടായി. ഇപ്പം ഞാൻ വണ്ടിയുടെ കാര്യങ്ങൾ നോക്കണതും ഡ്രൈവ് ചെയ്യണതൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യണത് വേറെ ചന്ദ്ര എന്ന ഒരാളാണ്. പിന്നെ വീട് ബുക്ക് ചെയ്ത് വേറെ ആളാണ്. ഇപ്പോൾ വീട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് എവിടെയാണ്ടൊക്കെ വീട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അത്യാവശ്യത്തിലുള്ള ചൂടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി പിന്നെ എയർ കണ്ടീഷനാണ്, ഓട്ടോമാറ്റിക് വണ്ടിയാണ്. നമുക്ക് റെൻറ്റ് വരുന്നത് അറൗണ്ട് ഒരു 600 pounds. പിന്നെ അഡീഷണൽ ഇൻഷുറൻസ് ഒക്കെ തന്നെ നമുക്കൊരു 800-900 pounds ഉണ്ടായിരുന്നു. നാട്ടിലെ ഏകദേശം 1 ലക്ഷം രൂപ അടുത്ത് നമുക്ക് വണ്ടി വാടക മാത്രമേ ഉണ്ട്. നമുക്ക് 9 പേര് സ്പ്ലിറ്റ് ആകുമ്പോൾ പിന്നെ അങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകണം. ഏകദേശം ഒരു 12,500 അടുത്ത് എന്തായാലും ഒരാൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും ട്രാവലിങ്ങിന് മാത്രമേ. പിന്നെ ഒരുമിച്ച് പാട്ടൊക്കെ പാടി ഞങ്ങൾ ഫസ്റ്റിന് സർവീസ് സ്റ്റേഷനിലെത്തി. പിന്നെ വാഷ്റൂമിൽ പോകാനുള്ള എല്ലാവർക്കും ഇപ്പോൾ നിസ്കരിക്കാനൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ നമ്മൾ തൊട്ടടുത്തുള്ള സർവീസ് സ്റ്റേഷനിൽ നമ്മൾ നിർത്തി. പിന്നെ അവിടെ നിന്ന് എല്ലാവരും ഇറങ്ങി ഒന്ന് തൊട്ടടുത്തുള്ള ഫ്യൂൽ സ്റ്റേഷനിൽ കയറിയിട്ട് ഫുൾ ടാങ്ക് ഡീസൽ അടിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വെയിൽസിലോട്ട്